ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു മൂവി എക്സ്പ്ലനേഷൻ അല്ല, പകരം മൂവി റിവ്യൂ ആണ്. അത് ഈ അടുത്ത് റിലീസ് ചെയ്തിട്ടുള്ള സർവമായ എന്ന മൂവി ഞാനിന്ന് പോയി കണ്ടു. അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ നിവിൻ പോളി ചേട്ടൻ തിരിച്ചു വന്നിരിക്കുകയാണ് കൂട്ടുകാരെ. അപ്പം ഈ മൂവി ഞാൻ വളരെ എന്താ പറയുക, ഒരുപാട് കാലമായിട്ട് നമ്മളെ പ്രേമം മോഡൽ ഒരു മൂവി ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ പോയിട്ട് ഈ മൂവി കണ്ടത്. പക്ഷേ അതിൽ നിന്നൊക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ഇത്. ഒരു 100% ഒരു ഫീൽ ഗുഡ് ഹൊറർ മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഹൊറർ മൂവി ഫീൽ ഗുഡ് ആകുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. യെസ്, അത് തന്നെയാണ് ഈ മൂവിയുടെ ഏറ്റവും വലിയ സീക്രട്ട്. കാരണം ഇതൊരു ഫീൽ ഗുഡ് ഹൊറർ മൂവിയാണ്. നമ്മളെ വല്ലാതെ പേടിപ്പെടുത്തുന്ന ഒരു പ്രേതമോ അങ്ങനെയൊന്നും ഈ മൂവിയിലില്ല. പക്ഷെ അതേസമയം നമ്മളെ ചില സ്ഥലങ്ങളിൽ പേടിപ്പിക്കുകയും പൊട്ടിച്ചിരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രേതമാണ് ഈ മൂവിയിലുള്ളത്. ഹൊറർ മൂവി ആണെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് നമുക്ക് കാണേണ്ടി വരുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. തീരെ സ്ട്രെസ് ഇല്ലാതെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഹാങ് ഓവറും ഇല്ലാതെ റിലാക്സ്ഡ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് സർവമായ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മൂവി. പിന്നെ നമ്മുടെ ഫാമിലിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും ഒക്കെ കൂടെ പോയി കാണാം. കാരണം അങ്ങനെയുള്ള ഫാമിലിയോട് ഒന്നിച്ച് കാണാൻ പറ്റാത്ത സീനുകളോ അങ്ങനെയൊന്നും ഈ മൂവിയിലില്ല. നമുക്ക് തീർത്തും ഒരു ഫാമിലി മൂവി എന്ന് വേണമെങ്കിൽ തന്നെ ഇതിനെ പറയാം. പിന്നെ ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് നമ്മുടെ സത്യൻ അന്തിക്കാട് സാറിൻ്റെ മകനാണ്, അഖിൽ സത്യൻ. അപ്പോൾ പിന്നെ സത്യൻ അന്തിക്കാട് മൂവിയുടെ എല്ലാ സ്പെഷ്യാലിറ്റി നമുക്ക് ഇതിൽ കാണാൻ കഴിയും. ഒറ്റപ്പാലം മനയും എല്ലവും ഒക്കെയാണ് ഇതിൻ്റെ കഥാപരിസരങ്ങൾ ഒരുക്കുന്നത്. പിന്നെ ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നമ്മുടെ നിവിൻ ചേട്ടൻ തന്നെയാണ് സ്ക്രീനിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. നിവിൻ പോളിക്കൊപ്പം തന്നെ സ്കോർ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് അജു വർഗീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രഘുനാഥ് പാലേരി, മധു വാര്യർ, ജനാർദ്ദനൻ, വിനീത് വാസുദേവ്, അൽഫോൺസ് പുത്രൻ, പ്രിയ വാര്യർ ഒരു ഗസ്റ്റ് റോളിലാണ് ഇതിലെത്തുന്നത്. അൽതാഫ് സലീം, അരുൺ അജി കുമാർ, പിന്നെ വിനീതും അതുപോലെ തന്നെ മേതിൽ ദേവികയും വളരെ ഇമോഷണൽ ആയിട്ടുള്ള റോൾ ഇതിൽ ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട റോൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ സിനിമയിലെ പ്രേതമായിട്ടുള്ള റിയ ഷിബുവാണ്. തീർച്ചയായിട്ടും അവരൊരു ഷോ സ്റ്റോപ്പർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജൻസി പ്രേതമായ ഡെലൂലുവും പ്രബന്ധവും തമ്മിലുള്ള ഒരു കെമിസ്ട്രി തന്നെയാണ് ഈ ചിത്രത്തിൽ പറയുന്നത്. ഈ മൂവിയുടെ സ്റ്റോറിയിലേക്ക് വരികയാണെങ്കിൽ, ഒരു നമ്പൂതിരി കുടുംബത്തിൽ ജനിച്ചിട്ട് 19 വയസ്സ് വരെ പൂജാതി കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പൂജാരിയായിട്ട് മാറിക്കൊണ്ടിരുന്ന ഒരു നമ്മുടെ നായകൻ ക്രമേണ എയ്ത്തിസ്റ്റ് ആയിട്ട് മാറുകയാണ്. എയ്ത്തിസ്റ്റായി മാറി സംഗീതത്തിൽ ഭ്രമം കയറുന്നു, ഇലക്ട്രിക് ഗിറ്റാർ വായിക്കുന്ന ഒരാളായി മാറുന്നു, പല കൺസേർട്ടുകളിലും പങ്കെടുക്കുന്നു, ഫിലിമിലൊക്കെ ഗിറ്റാർ പ്ലേ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ലൈഫാണ് ഫിലിമിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നീട് പല പല ബുദ്ധിമുട്ടുകളും നായകന് വരികയാണ്. അതായത് നമ്മുടെ പ്രബേന്ദു എന്ന് പേരുള്ള നമ്മുടെ നായകന് പല ബുദ്ധിമുട്ടുകളും വരികയാണ്. അപ്പോൾ അയാൾ തിരിച്ച് അവരുടെ ഫാമിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലി തന്നെ, അതായത് ഒരു പൂജാരിയായിട്ട് മാറാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പം പൂജാരിയായിട്ട് മാറാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ നമ്മുടെ കസിനായിട്ടുള്ള രൂപ എന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അജു വർഗീസാണ്. ശരിക്കും ആ ഒരു ക്യാരക്ടറുമായിട്ട് വളരെ ആ ഒരു ക്യാരക്ടറിലേക്ക് ഇറങ്ങി ചെന്നിട്ടാണ് നമ്മുടെ അജു വർഗീസ് ആ ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന നമ്പൂതിരിയായിട്ടാണ് അജു വർഗീസ് ആ റോൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പം അവർ രണ്ടുപേരും തമ്മിലുള്ള അവരുടെ ആ സിങ്ക് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അത്രയും രസകരമായിട്ടാണ് അവർ റോളുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ നായകൻ ഒരു വീട്ടില് പ്രേതോച്ചാടനം ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ശരിക്കും ഈ മൂവിയുടെ സ്റ്റോറി തന്നെ ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു സന്ദർഭം. അങ്ങനെ ചെല്ലുന്ന സാഹചര്യത്തിൽ നായകന്റെ കൂടെ ഒരു പ്രേതം കൂടുകയാണ്. പക്ഷെ അത് നോർമൽ പ്രേതമല്ല, ഏജൻസി പ്രേതമാണ് കൂടുന്നത്. വളരെ രസകരമായിട്ടുള്ള, പിന്നീട് അങ്ങോട്ടുള്ളതും വളരെ രസകരമായിട്ടുള്ള സീനുകളാണ്. നമുക്ക് തീരെ സ്ട്രെസ് ഇല്ലാതെ കാണാൻ പറ്റിയ സീനുകളാണ് പിന്നീട് അങ്ങോട്ടുള്ളത്. അത് നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. പേടിപ്പിക്കുമോ എന്നൊരു ചോദ്യം വന്നാൽ പേടിപ്പിക്കും, അതേസമയം നമ്മളെ ചിരിപ്പിക്കുകയും ചെയ്യും. സെയിം ടൈം നമ്മളെ ഇമോഷണൽ ആക്കാനും നമ്മുടെ ഈ പ്രേതത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള ഒരു സത്യം. അപ്പം ഞാൻ ഈ മൂവി കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങളും തിയേറ്ററിൽ പോയി കാണണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ മൂവി കണ്ടാൽ തീർച്ചയായും നിങ്ങളുടെ ഒപ്പീനിയനും ഇവിടെ കമൻറ്റ് ചെയ്യണേ.